യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 37. യേശയ്യായുടെ ഉപദേശം. ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ശെബ്നായെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടുപ്പിച്ച് ആമോസിൻ്റെ പുത്രനായ യേശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ യേശയ്യായോട് പറഞ്ഞു, ഹെസക്കിയ പറയുന്നു, ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അപമാനത്തിൻ്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ശക്കേയുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ? ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ? അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിൻ്റെ ദാസന്മാർ യേശയ്യായെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, അസിറിയ രാജാവിൻ്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ വാക്ക് കേട്ട് പേടിക്കണ്ട. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും. സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. റബ്ശക്കെ മടങ്ങിപ്പോയി. അസിറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് ലാഖീഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുന്നെന്ന് രാജാവ് കേട്ടു. അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, യൂദാ രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ പറയണം, അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റസേഫ്, തെലാസറിലുണ്ടായിരുന്ന ഏതാൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചോ? ഹാമാത്തിലെയും അർപ്പാദിലെയും സേഫാർവയും നഗരത്തിലെയും ഹേനായിലെയും ഇവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ നിവർത്തി വെച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, കേരുബുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. കർത്താവെ, ചെവി ചായ്ച്ച് ശ്രവിക്കണമേ. അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാകെരീബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ. അവർ ദേവന്മാരായിരുന്നില്ല, മനുഷ്യൻ്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു. അവർ അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ. അപ്പോൾ ആമോസിൻ്റെ പുത്രനായ യേശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
അസിറിയ രാജാവായ സെന്നാകെരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു. അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ജെറുസലേം പുത്രി പരിഹാസപൂർവ്വം നിന്റെ പിന്നിൽ തലയാട്ടുന്നു. ആരെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായി. നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു. എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോൻ്റെ വിദൂര ശിഖരങ്ങളിലും കയറി. അതിൻ്റെ ഉയർന്ന ദേവദാരുക്കളെയും വിശിഷ്ടമായ സരള മരങ്ങളെയും ഞാൻ വെട്ടിവീഴ്ത്തി. അതിൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു. ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു. എൻ്റെ ഉള്ളംകാലുകൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ പറ്റിച്ചു കളഞ്ഞു. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ? പണ്ടേ നിശ്ചയിച്ചത് ഞാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നു. നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശകൂമ്പാരമാക്കും. അപ്പോൾ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും. അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെയും വളരുന്നതിനു മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയുമായിത്തീരും. ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ്. നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു. നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക. 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും. സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അസിറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാവീദിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. കർത്താവിൻ്റെ ദൂതൻ അസിറിയാക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസിറിയ രാജാവായ സെന്നാകെരീബ് തിരിച്ചുപോയി നിനവയിൽ വസിച്ചു. തൻ്റെ ദേവനായ നിസ് റോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമേലെക്ക്, ശരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിൻ്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവന് പകരം പുത്രനായ എസാർഹദോൻ ഭരണമേറ്റു. പ്രിയ ദൈവജനമേ, യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലഘട്ടത്തിൽ അസീറിയൻ ചക്രവർത്തിയായ സെന്നാകെരീബ് ജെറുസലേമിനെ വളയുന്ന അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് യെശയ്യാ പ്രവാചകൻ 37-ാം അധ്യായം ആരംഭിക്കുന്നത്. അസീറിയൻ സൈന്യത്തിൻ്റെ അഹങ്കാരപൂർണമായ വെല്ലുവിളികൾക്കും ദൈവനിന്ദയ്ക്കും അതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ദൈവജനത്തെയും അവരുടെ രാജാവിനെയുമാണ് നാം ഇവിടെ പശ്ചാത്തലമായി കാണുക. തൻ്റെ സൈനിക ശക്തിയിൽ അമിതമായി വിശ്വസിച്ച സെന്നാകെരീബ് ഇസ്രായേലിൻ്റെ ദൈവത്തെ വെറുമൊരു വിജാതീയ വിഗ്രഹമായി കരുതി അവഹേളിച്ചുകൊണ്ട് ഹെസക്കിയായ്ക്ക് ഭീഷണി കത്തയക്കുന്നു. ഈ നിർണായക ഘട്ടത്തിൽ ഭൗതികമായ ആയുധബലത്തേക്കാൾ ഉപരിയായി പ്രാർത്ഥനയിലും ദൈവഹിതത്തിലും ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ അധ്യായം അടിവരയിട്ട് നമ്മോടിപ്പോൾ പറയുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അഹങ്കാരികളായ ശത്രുക്കൾക്ക് മുന്നിൽ തൻ്റെ നാമത്തെ ദൈവം എങ്ങനെ മഹത്വപ്പെടുത്തുമെന്ന് ഈ ചരിത്ര സന്ദർഭം വ്യക്തമാക്കട്ടെ. സിയോൻ പുത്രി അസീറിയൻ ശക്തിയെ പരിഹസിക്കുമെന്ന പ്രത്യാശ നിർഭരമായ സന്ദേശമാണ് പ്രവാചകൻ ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിൽ നൽകുന്നത്. വിശ്വാസവും ഭയവും തമ്മിലുള്ള പോരാട്ടത്തിൽ ദൈവിക ഇടപെടലിനായി കാത്തിരിക്കുന്ന ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥയാണിത്. അസീറിയൻ സൈന്യം നശിക്കുമെന്നും ജെറുസലേം സുരക്ഷിതമായിരിക്കും എന്നുമുള്ള ശക്തമായ പ്രവചനമാണ് പ്രിയ സഹോദരങ്ങളെ യെശയ്യാ പ്രവാചകൻ ഈ 37-ാം അധ്യായത്തിലൂടെ ഹെസക്കിയ രാജാവിനെ അറിയിച്ചത്.
അസീറിയൻ രാജാവ് നഗരത്തിൽ പ്രവേശിക്കുകയോ അമ്പെയ്യുകയോ ചെയ്യില്ലെന്ന ദൈവത്തിൻ്റെ ഉറപ്പ് അസാധ്യമായ ഒന്നായി തോന്നിയെങ്കിലും അത് ദൈവത്തിൻ്റെ അചഞ്ചലമായ വാഗ്ദാനമായിരുന്നു. തൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും സ്വന്തം മഹത്വത്തെ പ്രതിയും ഈ നഗരത്തെ താൻ കാത്തുരക്ഷിക്കുമെന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയത്. ഏശയ്യായുടെ വാക്കുകൾ കേവലം സമാധാനമല്ല, മറിച്ച് ദൈവനിന്ദയ്ക്കെതിരെയുള്ള സ്വർഗീയ വിധിയുടെ വിളംബരം കൂടിയായിരുന്നു. അന്നേ ദിവസം രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അസീറിയൻ പാളയത്തിൽ 1,85,000 പേരെ നിഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവചനം ചരിത്രത്തിൽ പൂർത്തീകരിച്ചു. ദൈവത്തിൻ്റെ വാക്ക് ഒരിക്കലും നിഷ്ഫലമായി മടങ്ങില്ലെന്നും അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി പോരാടുമെന്നും ഈ അത്ഭുതകരമായ വിജയം തെളിയിച്ചു. ചരിത്രത്തിലെ ഈ വലിയ ഇടപെടൽ ദൈവത്തിൻ്റെ നീതിയും അവിടുത്തെ വിശ്വസ്തതയും തലമുറകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നായി മാറി. ഈ അധ്യായത്തിൽ ഏശയ്യാ പ്രവാചകന്റെ അചഞ്ചലമായ ധീരതയും ദൈവവുമായുള്ള അഗാധമായ ബന്ധവും വ്യക്തമായി ദൃശ്യമാകുന്നുണ്ട്. രാജാവും പ്രഭുക്കന്മാരും ഭയചകിതരായി നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭയലേശമെന്നിയെ വിളിച്ചു പറയാൻ ഏശയ്യ കാണിച്ച ധൈര്യം സമാനതകൾ ഇല്ലാത്തതാണ്. തൻ്റെ വൈകാരിക അവസ്ഥയേക്കാൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും മഹത്വത്തിനുമാണ് പ്രവാചകൻ മുൻഗണന നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അധികാരത്തിൻ്റെ മതമത്തതയിൽ ആക്രോശിക്കുന്ന സെന്നാകരീബിനെ പരിഹസിക്കാനും ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും അദ്ദേഹം മടിച്ചില്ല. ദൈവത്തിൻ്റെ വാഹകനായി നിൽക്കുന്ന ഒരാൾക്ക് ലോകശക്തികളെ ഭയപ്പെടേണ്ടതില്ലെന്ന് വലിയ സത്യമാണ് ഏശയ്യായുടെ വ്യക്തിത്വം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ദൈവഹിതം അറിയുകയും അത് ചുറ്റുമുള്ള സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ പ്രവാചകന്റെ ചൈതന്യമാണ് ഏശയ്യാ പ്രവാചകനിൽ നാം ദർശിക്കുക. തൻ്റെ ദൗത്യത്തിലുള്ള വ്യക്തതയും ദൈവത്തിലുള്ള പൂർണ്ണമായ സമർപ്പണവും അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൻ്റെ രക്ഷകനായി മാറ്റി. ഇന്ന് ആ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആയുധങ്ങളെക്കാളും തന്ത്രങ്ങളെക്കാളും വ്യക്തികളെക്കാളും പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന വലിയ ആത്മീയ പാഠമാണ് ഈ അധ്യായം ഇന്ന് നമുക്ക് നൽകുന്നത്. ഹെസക്കിയാ രാജാവ് ശത്രുവിൻ്റെ കത്ത് കർത്താവിന് മുൻപിൽ വിരിച്ചു വെച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെയും ദൈവസമക്ഷം സമർപ്പിക്കാൻ നാം ആത്മാർത്ഥമായി പഠിക്കണം. തിന്മയുടെ ശക്തികൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു വാക്കിന് മുന്നിൽ അവ തകർന്ന് തരിപ്പണമാകുമെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, അധർമ്മത്തിനും ദൈവനിന്ദയ്ക്കുമെതിരെ ദൈവത്തിൻ്റെ വിധി അനിവാര്യമാണെന്നും അത് കൃത്യസമയത്ത് സംഭവിക്കുമെന്നും നാം തിരിച്ചറിയണം. വേദപുസ്തകത്തിലെ ഓരോ വാക്കും ഇരുതല മുനവാൾ മൂർച്ചേറിയതാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കാതെ നമ്മളുടെ ലോകം കടന്നു പോകില്ല. ഇന്നത്തെ ആധുനിക ലോകത്ത് വിശ്വാസത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികളെ നേരിടാൻ ഹെസക്കിയായുടെ വിനയവും ഏശയ്യായുടെ പ്രവചന ചൈതന്യവും നമുക്കോരോരുത്തർക്കും ആവശ്യമാണ്. ഓരോ പ്രതിസന്ധിയും ദൈവത്തിൻ്റെ കരുണയും ശക്തിയും അനുഭവിക്കാനുള്ള അവസരമാണെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം, തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സംരക്ഷണം തൻ്റെ ജനത്തിന് എപ്പോഴും ഉണ്ടെന്ന ഉറപ്പ് നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വലിയ കരുത്ത് പകരുന്നു. കർത്താവിൻ്റെ വരാനിരിക്കുന്ന മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനായി ഒരുങ്ങാൻ ഏശയ്യാ പ്രവാചകന്റെ 37-ാം അധ്യായം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അസീരിയൻ സൈന്യത്തിൻ്റെ പതനം ലോകാവസാനത്തിൽ തിന്മയുടെ മേൽ ദൈവം നേടുന്ന അന്തിമ വിജയത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. വിധി ദിവസത്തിൽ നീതിമാന്മാർ രക്ഷിക്കപ്പെടുമെന്നും അഹങ്കാരികൾ വിചാരണ ചെയ്യപ്പെടും എന്നുമുള്ള വലിയ പ്രത്യാശയാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. ലോകത്തിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ക്രിസ്തുവിൻ്റെ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കേണ്ടതുണ്ട്. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് രക്ഷ ഉറപ്പാണെന്നും അവിടുന്ന് തൻ്റെ ജനത്തെ ഒരിക്കലും കൈവിടില്ലെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ച് വിശ്വാസത്തിൽ ജാഗരൂകരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നറിഞ്ഞ് സന്തോഷത്തോടെയും പ്രത്യാശയോടെയും നമുക്കും മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.